ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെയും അടിപൊളിയായിരുന്നു. ഞാനൊരു 2 വീക്സ് ബാക്ക് ഒരു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെട്രോ ഓപ്പൺ ആയപ്പം റിയാദിലെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. റിയാദിലുള്ളവർക്കൊക്കെ അറിയാമല്ലേ, നമുക്ക് 6 ലൈൻസ് ഉണ്ട് റിയാദ് മെട്രോയിൽ. അപ്പം നമുക്ക് എവിടെ വേണേലും ഇപ്പം പോവാം. 170 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ പോകാനാണെങ്കിലും ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സൊക്കെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഉള്ള വീട്ടിലോട്ടൊക്കെ പോകാനൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് സുഖമായിട്ട് റിലാക്സ് ആയിട്ട് ട്രാഫിക്കിലൊന്നും കുടുങ്ങാതെ. എന്നിട്ടും ട്രാഫിക് അത്ര കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കമ്പാരിറ്റീവ്ലി നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റൂലേ. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ മെട്രോയിൽ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പിന്നെ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കഫ്ഗിൽ പോയതാണ്, കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് റിയാദിൽ. ഇവിടെ ഒരു അടിപൊളി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ, അത് ബിസിനസ് പ്രൊജക്ട്സുകളുണ്ട്. അതുപോലെ ലിവിങ് സ്പേസ് ഉണ്ട്, ഡൈനിങ് ഏരിയാസ് ഉണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പോകാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് കുട്ടി ക്ലിപ്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്സിലൊക്കെ നല്ല വൈബാണ് പോകാൻ. നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള മെട്രോയിൽ കയറിയിട്ട് കഫ്ദ് സ്റ്റേഷനിൽ ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് ഇച്ചിരി നടക്കാനുള്ളൂ ഇവിടത്തേക്ക്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ കുറേ ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. നല്ല അടിപൊളി മ്യൂസിക്സും അതുപോലെ കുറേ ആൾക്കാരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സും എല്ലാം കാണാം കേട്ടോ. ഇവിടെ കഫ്ദിൽ തന്നെയാണ് PIFൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. അതുപോലെ അരാംകോൻ്റെ ഹെഡ് ഓഫീസ്, പിന്നെ SNB ബാങ്ക്, സാംബ ബാങ്ക്, അതുപോലെ ഒരുപാട് ബാങ്കിൻ്റെയൊക്കെ ഹെഡ് ഓഫീസൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാൻ റിയാദിലെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ് അല്ലേ, റിയാദിൽ അല്ലെ സൗദി അറേബ്യയിൽ എങ്ങനെയാണ് ലൈഫ്. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫാണോ എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ദുബായിൽ പോയപ്പോഴൊക്കെയാണെങ്കിലും അധികം ആൾക്കാർ സൗദിയിൽ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അവിടെ നൈറ്റ് ലൈഫ് ഉണ്ടോ, ഈവനിങ്സൊക്കെ എങ്ങനെയാണ്, എല്ലാവരും റൂമിൽ തന്നെയാണോ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ റിയാദിനെ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നല്ല നല്ല വീഡിയോസൊക്കെ എല്ലാവരെയും കാണിക്കാൻ പറ്റുന്ന അതൊരു ഭാഗ്യമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് സൗദീസ് ആണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര എന്താ പറയുക, നമ്മളുടെ അടുത്തൊക്കെ നല്ലപോലെ ചിരിച്ചാണ് സംസാരിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ നോക്കിയൊരു സലാമെങ്കിലും പറയുമ്പം അങ്ങനെ ഒരു നല്ല ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു പണ്ടുള്ള പോലത്തെ ഒരു ബിഹേവിയറൊന്നും ആർക്കും ഇല്ല കേട്ടോ. പണ്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ എന്തൊരു ഹോസ്പിറ്റാലിറ്റി ആണെന്ന് പറയുന്നത്. നമ്മുടെ മെട്രോയിലുള്ള സ്റ്റാഫ്സൊക്കെ ഇവിടുത്തെ അറബ്സനാണുള്ളത്. അവരൊക്കെ നല്ല പോലെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. അതുപോലെ ഇപ്പോൾ എവിടെ പോയാലും ഷോപ്പിംഗ് മോൾസിൽ പോയാലും എല്ലാ സ്ഥലത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നത് മെട്രോയിലൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ നമ്മളെ വെൽക്കം ചെയ്യുന്നതും, നമുക്ക് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും, അങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിംഗ് എന്ന് ചോദിക്കാനുള്ളതൊക്കെ ഒരു മനസ്സുണ്ടാവില്ല അല്ലേ അവർക്ക്. അങ്ങനെ അങ്ങ് ഇരുന്നാൽ പോലെ, അതൊന്നുമല്ല. എങ്ങനെയായിരുന്നു ട്രാവൽ ചെയ്തത്, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതുണ്ടോയെന്നൊക്കെ ജസ്റ്റ് നമ്മളോടൊക്കെ ഒന്ന് ചോദിക്കൂലേ, കൺവീനിയൻ്റ് ആയിരുന്നോ ട്രാവലിംഗ്, അതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഒന്ന് റിയാദ് മെട്രോയിൽ. ഇപ്പോൾ അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ ഇവിടുന്ന് നമുക്ക് കാർഡ് എടുക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വിസ കാർഡിലെ നമ്മളുടെ മൊബൈൽ ആപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റിയാദിലെ വീഡിയോസും അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിലെ വീഡിയോസൊക്കെ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ സൗദിയിൽ വരാൻ പേടിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിട്ടും പഴയ സിസ്റ്റമൊക്കെ തന്നെ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരാണ്ടിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ.
അപ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് റിയ എന്നുള്ളത്. ഇപ്പോൾ ലൈഫ് എത്ര ഈസിയാണെന്ന് അറിയാം മെട്രോ തുടങ്ങിയപ്പോൾ. ഞാനൊക്കെ പറയും ഇപ്പോൾ ഹസ്ബൻഡൊക്കെ എന്താ പറയുക ടയേർഡായിട്ടൊക്കെ വരികയാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യണ്ടല്ലോ, മെട്രോയിൽ പോകാമല്ലോ, സുഖമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പർച്ചേസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലീസൊക്കെ വന്നാലും ഇപ്പോൾ എല്ലാവർക്കും പോകാൻ എളുപ്പമായിരിക്കും മെട്രോയിൽ, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇൻഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.